ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, പരിശുദ്ധി അമ്മ മാതാവിൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 3-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം യഥാർത്ഥ മരിയ ഭക്തി എന്താണ് എന്നും നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ അമ്മ ആരാണ് എന്നതിനെക്കുറിച്ചും നമ്മളിന്ന് ധ്യാനിക്കുക. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ നിമിഷം ഒരുങ്ങാം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്തുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും സംരക്ഷണവും നമുക്കെടുക്കാം. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കർത്താവിൻ്റെ മാലാഹ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവീശ്വര മാലയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, 2 കരങ്ങളും നമുക്ക് യാചനയോടെ തുറന്നു പിടിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ അപേക്ഷിക്കുക. നമുക്ക് ആർക്കും തന്നെ വിശുദ്ധീകരിച്ച് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. നമുക്കതിനു വേണ്ടി തന്നിരിക്കുന്ന നിത്യസഹായകന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ഒരു വലിയ കൃപ നീ എനിക്ക് തരണം. ദൈവിക ജ്ഞാനത്താൽ നീ എന്നെ സമ്പന്നമാക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് ഒരു കുഞ്ഞിനെ പോലെ, ഒരു കുഞ്ഞു വാവയെ പോലെ നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒന്ന് ചേർന്ന് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ഉറക്കെ സാധിക്കുവാണെങ്കിൽ പാടി മനസ്സിരുത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവിന് വേണ്ടി കൊതിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനേ, തന്നാലും നാഥ നിൻ ജീവനേ, നിത്യസഹായകനേ, തന്നാലും നാഥ ആത്മാവിനെ, ആശ്വാസദായകനേ, തന്നാലും നാഥ, തന്നാലും നാഥ നിൻ ജീവനേ, സഹായകനേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം വേണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പഠിപ്പിക്കുമെന്ന് വചനം പറഞ്ഞിരിക്കുക. ഈ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരാൻ ദ്വാഹിച്ച് നമ്മളിലെ പാപാവസ്ഥകൾ മുഴുവനും കണ്ടെത്തി അതൊന്നും ഉപേക്ഷിക്കണ്ടേ? പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഈ നിമിഷം ആത്മാർത്ഥമായിട്ടപ്പാ പാപബോധം തരണം, പശ്ചാത്താപം തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് ആത്മാർത്ഥമായിട്ട് വിളിച്ചു പാടാം. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ, ആത്മീയ സന്തോഷം
ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് പാടാമോ? പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. പാടാ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥാ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. മനസ്സാഗ്രഹിച്ചേ. തന്നാലും നാഥ ആത്മാവിനെ ഈ നിമിഷം തരണമേ. ആശ്വാസദായകനേ. നമ്മുടെ ജീവിതത്തിലേക്ക് തരണേ അപ്പാ. നിത്യസഹായകനേ. രണ്ട് കരങ്ങൾ യാത്രയോടെ പിടിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ. വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകണമേ. പാപങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് അരുളിച്ചെയ്ത ഈശോയെ, നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ ആവസിക്കണമേ. ഈ ആത്മാവ് ഞങ്ങളിൽ പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അഗ്നിയാലും പരിശുദ്ധാത്മാവൻ ഞങ്ങളെ സ്നാനപ്പെടുത്തും അരുളി ചെയ്ത വചനമായ ഈശോയെ, ഈ നിമിഷം ഞങ്ങളിലേക്ക് അഗ്നിയായിട്ട് ഇറങ്ങണമേ. യഥാർത്ഥ അമ്മ മാതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അമ്മയുടെ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള കൃപ നൽകണമേ. അമ്മയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കൃപ നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണടയ്ക്കാം, കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധി അമ്മ, സത്താൻ്റെ തലയെ തകർത്ത അമ്മ, അമ്മയുടെ മുമ്പിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ടൊന്ന് സമർപ്പിച്ച്, നമ്മുടെ മക്കളെ സമർപ്പിച്ച്, കുടുംബത്തെ, കുടുംബാംഗങ്ങളെ എല്ലാം ഒന്ന് വിട്ടുകൊടുത്തേ. അമ്മ മാതാവേ, സത്താൻ്റെ തലയെ തകർത്ത അമ്മ മാതാവേ, 33:15 അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കെട്ടുകൾ മുഴുവനും അഴിച്ചു മാറ്റണമേ എന്ന് കണ്ണടച്ച് മനസ്സുരുകി ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കൂട്ടായ്മയെയും ഞങ്ങളുടെ തിരുസഭയെയും ഞങ്ങളുടെ ഈ പ്രപഞ്ചത്തെയും ഇതിനെ മുഴുവനും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഈ നിമിഷം വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം എന്നിവയിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഇപ്പോൾ ഞങ്ങളുടെ അഭിഭാഷയായിരിക്കട്ടെ. ഈ നിമിഷം ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചേ. ഓ മറിയമേ, ഓ മറിയമേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഓ മറിയമേ, എന്റെ കുടുംബം പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. ഓ മറിയമേ, എന്റെ സഭ പൂർണ്ണമായും അമ്മയുടേത് മാത്രമാണ്. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ സംരക്ഷണയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കാം, ഏറ്റുചൊല്ലാം. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും
എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അങ്ങേ വിമല ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാദിയും സംരക്ഷയുമാകണമേ. ആത്മീയവും ശാരീരികവും മാനസികവുമായ സകല അപകടങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈശോമിശിഹായ്ക്ക് ശാന്തമായിട്ടിരിക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മൂന്നാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആഴത്തിൽ ഇനി മനസ്സിലാക്കാനായിട്ട് പോകുക പരിശുദ്ധി അമ്മയെക്കുറിച്ച്. ഇന്ന് നമ്മൾ കാണുന്നത് യഥാർത്ഥ മരിയ ഭക്തി എന്താണ് എന്നും, ഒപ്പം പരിശുദ്ധ അമ്മ നമ്മുടെ യഥാർത്ഥ അമ്മയാണ് എന്ന് നമ്മൾ ഇന്ന് അല്പം ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഭൂമിയിൽ ഒരു കുഞ്ഞുവാവ ജനിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ശാരീരികമായിട്ടുള്ള ജന്മം ഒരു കുഞ്ഞിന് കിട്ടണമെങ്കിൽ ആ കുഞ്ഞിന് ഒരമ്മയുണ്ടാകണം, ഒപ്പം ഒരപ്പനുണ്ടാകണം. ഒരു കുഞ്ഞ് പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ വളർന്നു വരണമെങ്കിൽ ആ കുഞ്ഞിന് ഒരപ്പനും ഒരമ്മയും വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിലും നമുക്ക് വേണ്ടത് ഒരപ്പനുണ്ടാകണം, ഒരമ്മയുണ്ടാകണം. നമ്മുടെ ആത്മീയ ജീവിതം വളരണമെങ്കിൽ, വളർച്ച പ്രാപിക്കണമെങ്കിൽ, അത് തളരാതിരിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കൊരപ്പനും നമുക്കൊരമ്മയും ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസ് ലീഗോരി ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്: നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അപ്പൻ പിതാവായ ദൈവമാണ്, നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മ മാതാവായ കന്യക മറിയമാണ്. അതുകൊണ്ടാണ് അൽഫോൻസ് ലീഗോരി ഇപ്രകാരം ചേർത്ത് വെച്ചിരിക്കുന്നു: മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. കേട്ടെ, മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേക ദൈവമക്കൾ ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യത. ഇന്ന് പലരും പറയുന്നു, എനിക്ക് അപ്പൻ മതി, എനിക്ക് ദൈവം മതി, എനിക്ക് അമ്മ വേണ്ട. നമ്മൾ പരിശോധിച്ച് നോക്കി, നമ്മുടെ കുടുംബത്തിൽ അമ്മയില്ലാതെ വളരുന്ന ഒരു കുഞ്ഞിന്റെ മാനസിക അവസ്ഥ എന്താ? ആ വളർച്ചയുടെ വഴികൾ എപ്രകാരമായിരിക്കും? ഇനി അമ്മയുണ്ട് അപ്പനില്ലാത്ത അവസ്ഥ എപ്രകാരമാണ്? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അപ്പനുമുണ്ട്, നമുക്ക് അമ്മയുമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അമ്മയായിട്ട് ദൈവം തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയമെങ്കിൽ, ആ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ച് ആ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ജീവിതം യഥാർത്ഥത്തിൽ വളരാനും ഉയരാനും വളർച്ച പ്രാപിക്കാനും തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ അൽഫോൻസ് ലീഗോരി പറഞ്ഞേ, മറിയം മാതാവല്ലാത്തവന് ദൈവം പിതാവുമല്ല. അതുകൊണ്ട് അൽഫോൻസ് ലീഗോരി വീണ്ടും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അനാദിയിലെ ദൈവത്തിന് 2 പദ്ധതി ഉണ്ടായിരുന്നു. ഒന്ന്, തൻ്റെ പുത്രന് ആരെയാണോ അമ്മയായിട്ട് ദൈവം തെരഞ്ഞെടുക്കുന്നത് ആ മകളായിരിക്കും, ആ അമ്മയായിരിക്കും മാനവകുലത്തിന്റെ മുഴുവനും അമ്മ. രണ്ടാമത് പറയുന്നു, തൻ്റെ സ്വന്തം പുത്രന് എന്തൊക്കെ കൊടുക്കാനായിട്ട് പിതാവായ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടോ അത് മുഴുവനും തൻ്റെ ദത്തുപുത്രക്കും കൊടുക്കും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ അൽഫോൻസ് ലീഗോരി ചേർത്ത് ഇപ്രകാരം പറയുക: പരിശുദ്ധ അമ്മ മാതാവിന് 2 മക്കളുണ്ട്. ഒന്നാമൻ, കേൾക്കണം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്ക് 2 മക്കളുണ്ട്. ഒന്നാമൻ ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തുവാണെങ്കിൽ, രണ്ടാമൻ സാധാരണ മനുഷ്യരായ ദത്തുപുത്രരായ നമ്മൾ ഓരോരുത്തരുമാണ് എന്നുള്ള കാര്യം. ഇപ്രകാരമാണ് അൽഫോൻസ് ലീഗോരി അൽപ്പോടെയും വ്യാഖ്യാനിച്ചു പറയുന്ന കാര്യം ഇപ്രകാരമാണ്:
ദൈവം മനുഷ്യനായി പിറന്ന യേശുക്രിസ്തു ഒന്നാമത്തെ മകനാണെങ്കിൽ, മനുഷ്യനായിട്ട് ദൈവത്തിലേക്ക്, ദൈവപുത്രനിലേക്ക്, ആ സ്ഥാനത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സാധാരണ മനുഷ്യനാണ് മറിയത്തിൽ നിന്ന് ജനിച്ച രണ്ടാമത്തെ മകൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ മകൾ, അല്ലെങ്കിൽ രണ്ടാമത്തെ മക്കൾ. അതുകൊണ്ടാണ് അൽഫോൻസ് ലീഗോരി ഇങ്ങനെയാ പറഞ്ഞു വെക്കുന്നേ, ഈശോയ്ക്ക് ഒരമ്മയും നമുക്ക് ദത്തുപുത്രരായ നമുക്ക് മറ്റൊരമ്മയുമല്ല, ഈശോയ്ക്കും എനിക്കും ഒരേ ഒരമ്മ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, സഭാപിതാവായി ഒരിച്ചും പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. മറിയത്തിന് രണ്ടു മക്കൾ, ഒന്നാമത്തെ ദൈവപുത്രൻ, രണ്ടാമത്തെ സാധാരണ മനുഷ്യൻ. എന്നിട്ട് പറയുവാണ്, ശാരീരിക ജന്മം നൽകിയ യേശുക്രിസ്തുവാണ് ഒന്നാമത്തെ മകനെങ്കിൽ, സാധാരണ അല്ലെങ്കിൽ ആത്മീയ ജന്മം നൽകിയ സാധാരണ മനുഷ്യരാണ് മറിയത്തിന്റെ രണ്ടാമത്തെ മകൻ. അതുകൊണ്ട് സഭാപിതാവായിട്ടുള്ള ഒറിജിൻ ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത്, ഈശോയ്ക്ക് ഒരമ്മയും നമുക്ക് മറ്റൊരമ്മയുമല്ല, ഈശോയ്ക്കും നമുക്കും ഒരേ ഒരമ്മ, അത് പരിശുദ്ധ കന്യകാമറിയമാണ്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പറയണേ എന്ന് ചോദിച്ചാൽ, അതിപ്രകാരമാണ് അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാര് വ്യാഖ്യാനിച്ചു തരുന്നത്. കൊളോസസ് ലേഖനത്തിൽ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ് യേശുക്രിസ്തു. ശിരസ്സായ യേശുക്രിസ്തുവിന്റെ ഉടലാണ് സഭ. അപ്പൊ നമ്മൾ പരിശോധിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഏതെങ്കിലും അമ്മമാര് ശിരസിന് മാത്രം, ശിരസ്സായ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് മുകളിലേക്ക് മാത്രം ജന്മം കൊടുക്കുന്നുണ്ടോ? ഇല്ല. ശിരസും കാണും, ഉടലും കാണും. അതാണ് പൂർണ്ണ രൂപത്തിലുള്ള ഒരു കുഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പരിശുദ്ധ അമ്മ മാതാവ് ശിരസ്സായിട്ടുള്ള യേശുക്രിസ്തുവിന് മാത്രമല്ല ജന്മം കൊടുത്തിരിക്കുന്നേ, മറിച്ച് ഉടലായ നമ്മക്കും ജന്മം തന്നിരിക്കുക. യേശുക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ മാതാവ് 9 മാസക്കാലം ഉദരത്തിൽ വഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, നമ്മളും 9 മാസക്കാലം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നു, ഈശോയ്ക്കൊരമ്മയും നമുക്ക് മറ്റൊരമ്മയുമല്ല, ഈശോയ്ക്കും നമുക്കും ഒരേ ഒരമ്മ, ആ അമ്മ പരിശുദ്ധ കന്യകാമറിയമാ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എപ്പോഴാ യേശുക്രിസ്തു മാനവരാശിയുമായിട്ട് ഐക്യപ്പെട്ടെ, മനുഷ്യകുലവുമായിട്ട് ഐക്യപ്പെട്ടെ? എപ്പോൾ പരിശുദ്ധ മറിയത്തിൽ നിന്നും ഈശോ ശരീരം സ്വീകരിച്ചോ, ആ നിമിഷം മാനവരാശിയോട്, മാനവ കുലത്തോട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ഐക്യപ്പെട്ടു. കാരണം അമ്മയുടെ ഉദരത്തിൽ യേശുക്രിസ്തു ജനിച്ച സമയത്ത് തന്നെ അമ്മയുടെ ഉദരത്തിൽ മാനവരാശി മുഴുവനുമുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയം ഈശോയുടെ മാത്രം മാതാവല്ല, പരിശുദ്ധ കന്യകാമറിയം ശിഷ്യന്മാരുടെ മാത്രം മാതാവല്ല, പരിശുദ്ധ കന്യകാമറിയം ക്രിസ്ത്യാനിയുടെ മാത്രം അമ്മയല്ല, പരിശുദ്ധ കന്യകാമറിയം പ്രിയപ്പെട്ടവരെ മാനവരാശിയുടെ മുഴുവനും അമ്മയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇപ്രകാരമാണ് പറയുന്നത്, വചനം എപ്പോൾ മുതൽ നമ്മുടെ സഹോദരനായോ അപ്പോൾ മുതൽ അവതരിച്ച വചനത്തിന്റെ അമ്മ നമ്മുടെ അമ്മയായി. മറ്റൊരു വാക്കിൽ പറയുവാണെങ്കിൽ, മറിയം എപ്പോൾ മുതൽ വചനത്തിന്റെ അമ്മയായോ അപ്പോൾ മുതൽ നമ്മുടെയും അമ്മയായി. നിങ്ങൾ തിരിച്ചറിഞ്ഞേ, നമുക്ക് ശാരീരിക ജന്മം നൽകിയ ഒരമ്മ നമ്മുടെ വീട്ടിലുണ്ടാകാം. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം, ആ അമ്മയാണോ നമ്മുടെ യഥാർത്ഥ അമ്മ? കാരണം ഈ ശാരീരിക ജന്മം നൽകിയ നമ്മുടെ വീട്ടിലെ അമ്മ നമ്മുടെ അമ്മയാകുന്നതിന് എത്രയോ വർഷം മുമ്പ്, എത്രയോ കാലം മുമ്പ്, എത്രയോ നൂറ്റാണ്ട് മുമ്പ് പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായി തീർന്നതാ. ഇനി നമ്മൾ മരിച്ചേ, നമ്മൾ സ്വർഗത്തിലെത്തിക്കേ, അവിടെ ചെല്ലുമ്പോഴും നമുക്കൊരൊറ്റ അമ്മയേ ഉള്ളൂ, അത് പരിശുദ്ധ കന്യകാമറിയമാ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, എനിക്കും ഈശോയ്ക്കും ഒരേ ഒരമ്മ, അത് പരിശുദ്ധ അമ്മയാ. എന്താ പ്രിയപ്പെട്ടവരെ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്നത്? എന്താ? പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും അപദാനങ്ങൾ പാടുന്നത് മാത്രമല്ല, ഏതെങ്കിലും പ്രാർത്ഥനകൾ ഉരുവിടുന്നത് മാത്രമല്ല, ഒരു നൊവേന നമ്മൾ ചൊല്ലുന്നത് മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് വേണം. പക്ഷേ യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയെ സ്വന്തം
അമ്മയായി സ്വീകരിച്ചിട്ട് ആ അമ്മയുടെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജീവിക്കുന്നതാണ് യഥാർത്ഥ മരിയാഭക്തി. കേൾക്കണം പ്രിയപ്പെട്ടവരെ, അപദാനങ്ങൾ പാടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉരുവിടുന്നതോ ഒരു നൊവേന ചൊല്ലുന്നതോ അല്ല യഥാർത്ഥ മരിയാഭക്തി. മരിയാഭക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ എൻ്റെ യഥാർത്ഥ അമ്മയായിട്ട് സ്വീകരിക്കണം. 2, ഞാൻ അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ, ഞാൻ അങ്ങനെ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ, ആ ജീവിക്കുന്നതിന് പറയുന്ന പേരാണ് യഥാർത്ഥ മരിയ ഭക്തി. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ചെറുപുഷ്പം അവൾ പറയുന്നൊരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ മാതാവിന്റെ രൂപത്തിന്റെ മുമ്പിൽ പോയിട്ട് അവൾ ഇപ്രകാരമാണ് പറയുന്നേ: അമ്മേ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവതിയാ. അമ്മേ, ഞാൻ അങ്ങേക്കാളും വലിയ ഭാഗ്യവതിയാ. എന്നിട്ട് പറയുവാണ്, കാരണം എനിക്ക് ഇത്ര നല്ല ഒരമ്മയുണ്ടല്ലോ, നിനക്ക് ഇത്ര നല്ല ഒരമ്മയില്ലല്ലോ. അതുകൊണ്ടാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ പറയുന്ന കാര്യം എന്താ? അമ്മേ, എനിക്ക് അമ്മയുടെ കുഞ്ഞായിട്ട് പുത്രനായിട്ട് എപ്പോഴും ജീവിച്ചാ മതി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഈ ഒരു വിശ്വാസം നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ യഥാർത്ഥ അമ്മയെന്നും യഥാർത്ഥ മരിയാഭക്തി എന്ന് പറയുന്ന ഈ അമ്മയെ അമ്മയായിട്ട് സ്വീകരിച്ച് അമ്മയുടെ മക്കളായിട്ട് ജീവിക്കുന്നതാണ് യഥാർത്ഥ മരിയാഭക്തി എന്നും ഇന്ന് എത്ര മക്കൾ മനസ്സിലാക്കുന്നു? ദൈവം തന്ന ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള പ്രിയപ്പെട്ടവരെ സമ്മാനമാ പരിശുദ്ധ അമ്മ. നമ്മുടെ അമ്മയാണ്, യഥാർത്ഥ അമ്മയാണ് എന്നുള്ള സത്യം. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റാഫേൽ മാലാഖമാര്, അതോടൊപ്പം തന്നെ സ്വർഗവാസികള്, അതുപോലെ മാലാഖ വൃന്ദങ്ങളും മുഴുവനും പരിശുദ്ധ അമ്മയെ ഇപ്രകാരം വണങ്ങി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ വണങ്ങി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, മാലാഖമാരുടെ രാജ്ഞിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, മുഖ്യദൂതനായിട്ടുള്ള വിശുദ്ധ മിഖായേൽ പോലും ഈ അമ്മ മാതാവിന്റെ മുമ്പില് ഒരാജ്ഞ കിട്ടാനായിട്ട് അങ്ങനെ യാചിച്ച് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ മരിച്ചിട്ട് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ അമ്മയെ കാണുമ്പോൾ നമുക്ക് എന്നാ ഗുണമുള്ള എന്നറിയാമോ? ഈശോ അമ്മയെ വിളിക്കുന്ന പോലെ, ഈശോയെ പോലെ തന്നെ നമുക്കും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ആ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു അനുഗ്രഹം, ആ ഒരു സ്ഥാനം നമുക്കുണ്ട്. കാരണം പരിശുദ്ധ അമ്മയാണ് യഥാർത്ഥ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗം നൽകിയിരിക്കുന്ന രണ്ടാമത്തെ സമ്മാനം എന്നറിയാമോ? ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ എന്ന് വെച്ചാൽ പരിശുദ്ധ മാലാഖമാര് ഈശോയെ ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്ന ആ ദിവ്യകാരുണ്യം, ഈശോയുടെ ശരീരരക്തം നമുക്ക് ഭക്ഷണപാനീയമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ വലിയൊരു അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയുടെ തിരുമുറിവിൽ, സഹനത്തിൽ പങ്കുചേരാൻ, ഭാഗഭാഗത്തമാക്കെടുക്കാൻ നമുക്ക് പറ്റുന്നതാണ്. നാലാമത്തെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്മാനമാണ് ഉദ്ധിതനായ ഈശോ ഇരിക്കുന്ന ആ വിശിഷ്ട സ്ഥലത്തേക്ക് നമുക്കും കയറി ചെന്ന് അവിടെ ഇരിക്കാനുള്ള ശക്തി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സാത്താൻ ഇത്രമാത്രം ഇത് കൃത്യമായിട്ടും സാത്താൻ അറിയാവുന്നത് കൊണ്ടാണ് സാത്താൻ നമുക്കെതിരായിട്ട് ഇതുപോലെ നമ്മളെ തകർക്കാൻ, നശിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റിലും നടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, കാൽവരിയിൽ പിന്നെ എന്താ സംഭവിച്ചേ? മനുഷ്യ അവതാരത്തോടുകൂടി, ഈശോയുടെ മനുഷ്യ അവതാരത്തോടുകൂടി പരിശുദ്ധ അമ്മ മാനവകുലത്തിന്റെ മുഴുവനും അമ്മയായിട്ടുണ്ടെങ്കിൽ കാൽവരിയിൽ പിന്നെ എന്താ സംഭവിച്ചേ? കാൽവരിയിൽ 3 കാര്യങ്ങൾ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ. ഒന്ന്, പരിശുദ്ധ അമ്മ മാതാവാണ് സകല ജനപദങ്ങളുടെയും അല്ലെങ്കിൽ മാനവരാശിയുടെ മുഴുവനും അമ്മ എന്ന് യേശുക്രിസ്തു പ്രഘോഷിച്ച, പ്രഖ്യാപിച്ച നിമിഷമാണ് കാൽവരി. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവ് ദൈവമാതാവാണെന്ന് പറഞ്ഞത് ഗബ്രിയേൽ മാലാഖയാണെങ്കിൽ, പരിശുദ്ധ അമ്മ മാതാവ് മാനവരാശിയുടെ മുഴുവനും അമ്മയാണെന്ന് പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു. ഇതാണ് കാൽവരിയിൽ നടന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ സഹോദരനായിട്ട് ലഭിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മയെ അമ്മയായിട്ട് സ്വീകരിക്കണം. ക്രിസ്തുവിനെ സഹോദരനായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മറിയത്തെ അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കണം. മറിയത്തെ അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കാത്തിടത്തോളം കാലം ക്രിസ്തുവിനെ
സഹോദരനായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇപ്രകാരം പറയുന്നു, മറിയത്തെ അമ്മയായി സ്വീകരിക്കുന്നതിലൂടെയാണ് നാം ദത്തുപുത്രരും ഈശോയ്ക്ക് സഹോദരങ്ങളുമായി തീരുന്നത്, ഈശോയുടെ സഹോദരങ്ങളുമായി തീരുന്നത്. ഇപ്പൊ രണ്ടാമത് കാൽവരിയിൽ സംഭവിച്ച കാര്യം ഇതാ, നാം അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുന്നതിലൂടെ ഈശോയുടെ സഹോദരങ്ങളായിട്ട് കാൽവരിയിൽ നമ്മൾ മാറുകയാണ്. മൂന്നാമത് നടക്കുന്ന കാര്യം, കാൽവരിയിൽ നടക്കുന്ന കാര്യം, പരിശുദ്ധ അമ്മ മാതാവിനെ ഏത് ദൈവ പൈതല് സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുന്നോ ആ നിമിഷം തൊട്ട് അമ്മ പരിശുദ്ധ മറിയം അമ്മ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട സകല ഉത്തരവാദിത്തങ്ങളും ചെയ്തു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ കുരിശിൽ കിടന്നു മരിക്കുന്ന സമയത്ത് പിന്നെ നോക്കുമ്പോൾ അമ്മ ഒറ്റപ്പെട്ടു പോകുമെന്നോർത്തുകൊണ്ട് യോഹന്നാന്റെ കയ്യിലേക്ക് പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുവാന്ന്. അല്ല മക്കളെ, ശരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് വലിയൊരു ദൗത്യമാണ് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. എന്താ ദൗത്യം? എന്താ? യോഹന്നാനിലും എല്ലാ ശിഷ്യന്മാരിലും ഈശോയെ രൂപപ്പെടുത്താനുള്ള ഒരു ദൗത്യം അമ്മയെ ഏൽപ്പിക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാനവരാശിയുടെ മുഴുവനും അമ്മയാണ് എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രഖ്യാപിച്ച സമയം തന്നെ യോഹന്നാൻ ചെയ്ത കാര്യം എന്താ? അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചു. 2, അമ്മയുടെ കുഞ്ഞായിട്ട് മകനായിട്ട് ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറയുന്നത് ഇത് തന്നെയാ. പരിശുദ്ധ അമ്മയെ എൻ്റെ യഥാർത്ഥ അമ്മയായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. 2, അമ്മയുടെ കുഞ്ഞായിട്ട് ഞാൻ ജീവിക്കുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി. മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് പറയുന്ന വചനം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കേ. 9 മാസക്കാലം പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഈശോ വസിച്ചു. 30 വർഷക്കാലം പരിശുദ്ധ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ഈശോ ജീവിച്ചു. 3 വർഷക്കാലം പരിശുദ്ധ അമ്മയുടെ കൂടെ ഈശോ നടന്നു. ഈശോയ്ക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് ഈ പരിശുദ്ധ അമ്മയെങ്കിൽ നമുക്ക് എത്രയോ പ്രിയപ്പെട്ടതാകണം മക്കളെ. നമ്മൾ എത്രമാത്രം ഈ അമ്മയെ സ്നേഹിക്കണം മക്കളെ. എന്തുകൊണ്ടാ ഈ യോഹന്നാൻ ശ്ലീഹായ്ക്ക് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് ആദ്യം സ്വീകരിക്കാൻ പറ്റിയത്? ഒരു കാരണം ഇപ്രകാരമാണ് വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്നുമല്ല, 1, ഈശോയുടെ ഹൃദയത്തിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹം സ്വന്തമാക്കാൻ പറ്റി. 2, അതിൻ്റെ ഫലമായിട്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ, തൻ്റെ അവസാന ശ്വാസം വരെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാനായിട്ട് യോഹന്നാന് സാധിച്ചപ്പോൾ ഈശോ ആ യോഹന്നാന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. മക്കളെ, നമുക്ക് പരിശുദ്ധ അമ്മയെ നമുക്ക് സ്വന്തമായി അമ്മയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ ഈശോയുടെ വശസ്സിലേക്ക് ചേർന്ന് കിടക്കാൻ നോക്ക്. ഏത് സഹനത്തിന്റെ ചുഴിയിലും കെട്ടുകിടക്കുന്ന സമയത്ത് മക്കളെ വിശ്വസ്തയോടെ അവിടെ നീ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ സഹായിക്കാൻ ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്ന ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പറഞ്ഞേ ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. കാൽവരിയിൽ ഇപ്രകാരം ഒരു കാര്യം സംഭവിച്ചു. കാൽവരിയിൽ അമ്മയോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അമ്മയോട് ഇപ്രകാരമായി ഈശോ പറയുന്നേ, അമ്മേ, എൻ്റെ അമ്മേ, അമ്മ നീ എന്നെ ഒത്തിരിയേറെ സ്നേഹിച്ചു. ഈശോ പറയുവാ, എന്നെ ഒത്തിരി അമ്മ സ്നേഹിച്ചു, ഒത്തിരി എന്നെ പരിപാലിച്ചു, ഒത്തിരി എന്നെ പഠിപ്പിച്ചു, ഒത്തിരി എന്നെ ശ്രദ്ധിച്ചു, ഒത്തിരി എന്നെ പരിശീലിപ്പിച്ചു. അമ്മേ, എന്നേക്കാൾ ഉപരിയായിട്ട്, എന്നേക്കാൾ കൂടുതലായിട്ട് ഈ യോഹന്നാനെ അമ്മ സ്നേഹിക്കണം, അമ്മ പരിപാലിക്കണം, അമ്മ ശ്രദ്ധിക്കണം, അമ്മ പരിശീലിപ്പിക്കണം, അമ്മ പഠിപ്പിക്കണം. ഈശോ പറയുവാ, ഞാൻ ദൈവപുത്രനായിരുന്നു, അവൻ സാധാരണ മനുഷ്യനാ. അതുകൊണ്ട് എന്നേക്കാൾ ഉപരിയായിട്ട്, എന്നേക്കാൾ കൂടുതലായിട്ട് അവനെ സ്നേഹിക്ക്, അവനെ പരിപാലിക്ക്, അവനെ ശ്രദ്ധിക്ക്, അവനെ പരിഗണിക്ക്, അവനെ പഠിപ്പിക്ക്, അവനെ പരിശീലിപ്പിക്ക്. അമ്മയോട് പറയുവാ, അമ്മേ, ഞാൻ പൂർത്തിയാക്കിയ ദൗത്യം യോഹന്നാൻ, ശിഷ്യന്മാർ
തുടങ്ങാനായിട്ട് അവരെ പരിശീലിപ്പിച്ചേക്കണം. ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മ പറയുമ്പോൾ ആ വാക്യത്തിന്റെ അർത്ഥം ഇതാ. യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. എന്താ മക്കളെ ഈ വചനത്തിന്റെ അർത്ഥം എന്താ? അവിടെ ഇപ്രകാരമാണ് പറഞ്ഞു വെച്ച് തരിക, യോഹന്നാനെ, ഞാൻ ഈ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായി സ്വീകരിച്ചു. എന്നിട്ട് പറയുക, ഞാൻ ഈ അമ്മയെ ഒത്തിരി സ്നേഹിച്ചു, ഞാൻ ഈ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിച്ചു, ഞാൻ ഈ അമ്മയെ അനുസരിച്ചു. യോഹന്നാനോട് പറയുക, യോഹന്നാനെ, ഈ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം, ഈ അമ്മയെ ഒത്തിരി സ്നേഹിക്കണം, ഈ അമ്മയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കണം, ഈ അമ്മയെ അനുസരിക്കണം. എന്നിട്ട് പറയുക, നിന്നെ നല്ല പുരോഹിതനാക്കുന്നത് ഈ അമ്മയാ, നിന്നെ ബലിക്കായിട്ട് ഒരുക്കുന്നത് ഈ അമ്മയാ, ദൈവത്തിന്റെ ഹിതം നിറവേറ്റാൻ നിന്നെ പഠിപ്പിക്കുന്നത് ഈ അമ്മയാ. നീ ഒറ്റപ്പെടുമ്പോൾ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നേക്കണം. നീ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് ഈ അമ്മയുടെ സഹായം ചോദിച്ചേക്കണം. നീ മനസ്സ് വേദനിക്കുന്ന സമയത്ത് ഈ അമ്മയിലേക്ക് വന്നേക്കണം. നീ നിരാശയിലേക്ക് പോകുന്ന സമയത്ത് ഈ അമ്മയിലേക്ക് ഓടി വന്നേക്കണം. നിന്റെ മരണവേളയില് അമ്മ കൂടെ വരാനായിട്ട് നീ നേരത്തെ ചോദിച്ച് മാധ്യസ്ഥം തേടിയേക്കണം. ഇതാ പ്രിയപ്പെട്ടവരെ, ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന വാക്യത്തിന്റെ അർത്ഥം. ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് തരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ യഥാർത്ഥ അമ്മ അത് പരിശുദ്ധ അമ്മയാ. യഥാർത്ഥ മരിയ ഭക്തി ഈ അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ചുകൊണ്ട് ആ അമ്മയുടെ മകനായി, അമ്മയുടെ മകളായി ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതാണ്, ജീവിക്കുന്നതാണ് യഥാർത്ഥ മരിയ ഭക്തി. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവർ, വിശുദ്ധ അൽഫോൻസ് ലീഹോരി പറയുന്ന ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറയുവാണ്, ഈ ലോകത്തിൽ എല്ലാ അമ്മമാരുടെയും സ്നേഹം, മക്കളോടുള്ള സ്നേഹം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ ഈ പരിശുദ്ധ അമ്മ ഓരോ മകനും മകൾക്കും കൊടുക്കുന്ന സ്നേഹത്തിന്റെ ഒരു നിഴൽ പോലും ആകുന്നില്ല, ഒരു നിഴൽ പോലും ആകുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ, എന്നിട്ട് പറയുവാണ്, സകല വിശുദ്ധരും സകല മാലാഖമാരും അവരുടെ സ്നേഹം മുഴുവനും ഒരുമിച്ച് ചേർത്താലും പരിശുദ്ധ അമ്മ സ്നേഹിക്കുന്ന പോലുള്ള ഒരു സ്നേഹം അതിന്റെ ഒരു ഭാഗത്ത് പോലും എത്തുന്നില്ല. ഇത്ര നല്ല ഒരു അമ്മ നമുക്കുണ്ട്. പക്ഷെ എത്ര പേര് ഈ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്? മാനവരാശിയുടെ മുഴുവനും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നമുക്ക് തന്നിട്ട് ഇന്ന് എത്ര പേര്, ഇന്ന് എത്ര സമൂഹങ്ങള് ഇത് അറിയുന്നുണ്ട് മക്കളെ? ഇന്ന് എത്ര പേര് ഈ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കുന്നുണ്ട് മക്കളെ? ഈ അമ്മയുടെ കുഞ്ഞായിട്ട് ജീവിക്കുന്ന എത്ര പേരുണ്ട് മക്കളെ? ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയില് നമ്മൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് ഇതാ. കഴിഞ്ഞ 2 ദിവസം നമ്മൾ കണ്ടു എന്താണ് വിമല ഹൃദയ പ്രതിഷ്ഠ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രസക്തി എന്താണ് ഈ കാലഘട്ടത്തിൽ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധ അമ്മ നമ്മുടെ യഥാർത്ഥ അമ്മയാണ്. യഥാർത്ഥ മരിയ ഭക്തി ഈ അമ്മയെ സ്വീകരിച്ച് അമ്മയുടെ മകനായി, അമ്മയുടെ മകളായി നമ്മൾ ജീവിക്കുന്നതാ. പ്രിയപ്പെട്ട മക്കളെ, അതിനു വേണ്ടി പരിശ്രമിക്കണം. നമ്മൾ മറ്റൊന്നിലേക്കൊന്നും പോകണ്ട. ഞാൻ എൻ്റെ അമ്മയെ സ്വന്തം, ഇത് കാരണം ഇത് മാനവരാശിയുടെ മുഴുവൻ അമ്മയാ. മാനവരാശിയുടെ മുഴുവൻ അമ്മ എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ആത്മീയതയിൽ വളരണോ, ഞാൻ പന്തലിക്കണോ? നമുക്ക് വേണ്ട കാര്യം പരിശുദ്ധ അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കണം. നമുക്ക് ഈ നിമിഷം പ്രിയപ്പെട്ടവരെ ഇതിനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ മാതാവ്, നമ്മുടെ സ്വന്തം അമ്മ നമ്മളോട് എന്തൊക്കെയാണ്, എന്ത് സന്ദേശമാണ് മക്കൾ എന്ന രീതിയിൽ നമ്മളോട് പറയുന്നത് എന്നുള്ള കാര്യം ഈ നിമിഷം നമുക്ക് ധ്യാനിക്കാം, അത് നമുക്ക് കേൾക്കാം. നമുക്ക് ഈ നിമിഷം കരം കുപ്പി പിടിച്ച് അമ്മയുടെ സന്ദേശത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിതത്തിൽ ചെയ്യേണ്ട പുണ്യങ്ങൾ, വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷയിൽ ചെയ്യേണ്ട പുണ്യങ്ങൾ നമ്മൾ കേൾക്കും. അത് നമ്മൾ ജീവിതത്തിൽ അഭ്യസിക്കണം. ഇന്നത്തെ ദിവസം മുഴുവനും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ. ഈ അമ്മയെ എങ്ങനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിച്ചോണം. കൃപ കൊണ്ട് നിറയും. അതിനുശേഷം നമുക്ക് പരിശുദ്ധ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമുക്ക് ഈ അമ്മയെ ഏറ്റവും സ്നേഹത്തോടെ സ്വന്തം അമ്മയായി കണ്ട് അമ്മയുടെ മകനും മകളുമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം വിശേഷവിധിയായി പുതുക്കുക. ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ മക്കളും എന്നോട് ഗാഢമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം. നിങ്ങൾ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒന്നാകുക. ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വരപ്രസാദ വിഭവങ്ങൾ എത്രയധികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എൻ്റെ മാതൃകരങ്ങളിൽ
നിങ്ങളെ കോരിയെടുത്ത് സ്വർഗസ്ഥനായ പിതാവിന് സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ്. എൻ്റെ ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കും. അവനാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനും. വഞ്ചനയും തിന്മയും സ്വാധീനിക്കുന്ന ഈ ലോകത്തിലേക്ക് നിറസാന്നിധ്യമായാണ് ഞാൻ എത്തുക. സുവിശേഷം നൽകുന്ന അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തണം. സ്വർഗ കിരീടം നിങ്ങൾ സ്വന്തമാക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ മുന്നറിയിപ്പ് തരുന്നു. ലോകം ഇരുളിന് കീഴടങ്ങാൻ പോവുകയാണ്. വലിയ ദുരിതമാണ് അപ്പോൾ ഉണ്ടാകുവാൻ പോകുന്നത്. വസ്ത്രത്തിലെ ഇഴകൾ പോലെ എൻ്റെ വിശുദ്ധ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. എന്തെന്നാൽ ഇരുളിൻ്റെ ഇടയിൽ നിങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ എന്നോട് ചേർന്നിരിക്കുക അത്യാവശ്യമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, സാത്താൻ നിങ്ങളെ കുടുക്കാൻ തയ്യാറാക്കുന്ന തിന്മയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടുക എത്ര ദുഷ്കരമാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. സാത്താന്റെ വശീകരണ തന്ത്രങ്ങൾ ആകർഷണീയവും തിരിച്ചറിയാൻ വിഷമകരവും ആയിക്കൊണ്ടിരിക്കുന്നു. അവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കണം. അങ്ങനെ മാത്രമേ നിങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സത്യം ഇതാണ്: എൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരും എൻ്റെ കൈകളിൽ ഞാൻ വഹിക്കുന്നവരുമായ എൻ്റെ ആടുകൾ ഈ അവസാന നാളുകളിൽ സുവിശേഷ പ്രബോധനങ്ങളോടും ക്രിസ്തുവിൻ്റെ വികാരിയോടും പ്രതിബദ്ധതയുള്ളവരും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രനെ ആരാധിക്കുന്നവരും ആയിരിക്കും. എൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ വഴിയായി ഇവർ എല്ലാവരും എൻ്റെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടും. പരമ പരിശുദ്ധ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ വഴി നടത്താം. ഈ വഴി പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ദൈവിക പ്രഭയുടെ വെളിച്ചം നിങ്ങൾ വഹിക്കുകയും ചെയ്യും. നിങ്ങൾ വിതറാൻ പോകുന്ന ഈ വെളിച്ചം ലോകമെമ്പാടും എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഈ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കും. അപ്പോൾ എൻ്റെ ഈശോയുടെ തിരുഹൃദയ വാഴ്ച ആരംഭിക്കും. ഈശോയുടെ രാജ്യം വീണ്ടും നിലവിൽ വരികയും ചെയ്യും. നിങ്ങളുടെ എളിയ പരിശ്രമമാണ് ഈ മഹത്വത്തെ പ്രസരിപ്പിക്കുവാൻ പോകുന്നത്. നമ്മുടെ 2 ഹൃദയങ്ങളുടെ വിജയവും ലോകമെമ്പാടുമുള്ള പ്രഘോഷങ്ങളും നിങ്ങളുടെ കൈകളിലാണ്. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ, ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന 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 ആരാധന, യേശുവേ ആരാധന. എല്ലാവരും
എല്ലാവരും ചേർന്ന് പാടാമോ? ആരാധന ആരാധന യേശുവേ ആരാധന. ജീവിതം മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പാടുകേ. ആരാധന ആരാധന യേശുവേ. പരിശുദ്ധ അമ്മയെ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായി തന്ന ഈശോയെ സ്നേഹിച്ചുകൊണ്ട് പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയുടെ കുഞ്ഞായിട്ട് അമ്മയുടെ ജീവിക്കാനുള്ള കൃപ കിട്ടാൻ ദാഹിച്ചുകൊണ്ട് പാടാം. ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ മാനവകുലത്തിന്റെ മുഴുവനും അമ്മയായി തന്ന പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ആദ്യത്തെ ദിവസം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മാത്രമല്ല, പ്രവർത്തിക്കേണ്ട കാര്യം മറ്റൊന്നുമല്ല, അത് പുണ്യം ജീവിക്കണം. പുണ്യം നമുക്ക് അഭ്യസിക്കണം മക്കളെ. പുണ്യത്തിൽ കുറവ് വരുമ്പോൾ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ലോകപാപ മേഖലകളിലേക്ക് വീണുപോകും. ആ പുണ്യത്തിൽ വളരാനുള്ള കൃപയാണ് നമുക്ക് കിട്ടണ്ടേ. ഈ ആരാധനയുടെ സമയത്ത് ഭൗതിക നേട്ടങ്ങളല്ല നമ്മൾ ചോദിക്കുന്നത്, മറിച്ചപ്പാ എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണം, എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് ധാരാളം പുണ്യങ്ങൾ ചെയ്യണം. അത് ഈശോയുള്ള സ്നേഹത്തെ പ്രതി ഓരോ കുഞ്ഞിക്കാര്യം ചെയ്യാം. ഏറ്റവും എളിമയോടുകൂടി തന്നെ ഓരോ കാര്യം ചെയ്യാം. ഒപ്പം അതിലുള്ള സഹനം, അതിലുള്ള ത്യാഗം സ്നേഹത്തോടെ സ്വീകരിക്കാം. പിറുപിറുപ്പ് കൂടാതെ, പഴിചാരാതെ, വിധിക്കാതെ, കുറ്റപ്പെടുത്താതെ, മുറിപ്പെടുത്താതെ, മുഖം മാറ്റാതെ അത് സ്നേഹത്തോടെ ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ത്രിയേക ദൈവത്തിന്റെ സ്തുതിക്കായിട്ട് കാഴ്ചവെക്കാൻ ഞങ്ങൾക്കൊരു കൃപത, ഇത് അഭ്യസിക്കാനുള്ള കൃപത. ഇതിനെതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടുമാറാൻ അമ്മ മാതാവേ, സാത്താന്റെ തലയെ തകർത്ത അമ്മേ, ഈ നിമിഷം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. പല ദൈവമക്കളും തുടങ്ങി, പക്ഷേ പുണ്യം അഭ്യസിക്കാൻ പറ്റുന്നില്ല. മറന്നുപോകുന്ന അവസ്ഥ, തടസ്സം നേരിടുന്ന അവസ്ഥ. അതിന്റെ ഫലമായിട്ട് എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, നിർത്തിയാലോ എന്ന് പോലും ചിന്തിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ സാത്താൻ കൊണ്ടുവരുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരമുള്ള സകല ചിന്താഗതികൾ, ഇപ്രകാരമുള്ള സകല അരൂപികൾ, ഇപ്രകാരമുള്ള സകല പ്രവൃത്തികള് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ശുശ്രൂഷ മേഖലകളിൽ നിന്നെല്ലാം വിട്ടുമാറാൻ ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തിപ്പിടിച്ച് സാത്താന്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ആരാധന, 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 ആരാധന. ഈശോയെ അനുഗ്രഹിക്കണേ അപ്പാ. അമ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിൽക്കുന്ന എല്ലാ ശത്രുക്കളെയും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. ഞങ്ങൾക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്ത് അരുളി ചെയ്ത യേശുവിന്റെ വചനത്തിന്റെ ശക്തിയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാകില്ല. ഞങ്ങൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും കർത്താവ് ഖണ്ഡിക്കുന്ന അരുളി ചെയ്ത വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിനക്ക് പാമ്പുകളുടെയും സകല തിന്മകളുടെയും ശത്രുക്കളുടെയും മേൽ ചവിട്ടി നടക്കാൻ അധികാരം തന്നിരിക്കുന്ന കർത്താവായ ഈശോയുടെ പരിശുദ്ധ വചനത്തോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, തടസ്സങ്ങൾ മാറ്റണമേ, കെട്ടുകൾ അഴിക്കണമേ എന്നുള്ള ആഗ്രഹത്തോട് എല്ലാവരും ഒന്ന് ചേർന്ന് കരഘോഷത്തോട് നമുക്ക് വിടുതലിന് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിന് വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം തീ പോലെങ്ങും കത്തിപ്പടരട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും
ആവർത്തിച്ച് പാടുന്നു. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കൃപയിറങ്ങട്ടെ മക്കളെ. അമ്മ നമ്മുടെ യഥാർത്ഥ അമ്മയല്ലേ? അമ്മ നമ്മുടെ യഥാർത്ഥ അമ്മയല്ലേ? അമ്മയുടെ കുഞ്ഞുങ്ങളല്ലേ നമ്മള്? ഈശോയ്ക്ക് ഒരമ്മയും നമുക്ക് മറ്റൊരമ്മയല്ല. ഈശോയ്ക്കും എനിക്കും ഒരേ ഒരമ്മ, ഒരേ ഒരമ്മ. അമ്മയെ സ്വന്തം അമ്മയായി സ്വീകരിച്ച് ആദ്യ പെന്തക്കുസ്തയിൽ നീ നായികയായല്ലോ. ഇനി ഒരു പുത്തൻ പെന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. ആദ്യ പെന്തക്കുസ്തയിൽ നീ നായികയായല്ലോ. ഇനി ഒരു പുത്തൻ പെന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ആരാധന 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 ആരാധന. കരമുയർത്തി പിടിച്ച് എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. ഒരു നിമിഷം രണ്ട് കരങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാം. കണ്ണ് തുറന്ന് ഈശോയെ നോക്കാം. കർത്താവ് നമ്മളോട് പറയുന്നു, കുഞ്ഞെ, പരിശുദ്ധ അമ്മ അതെൻ്റെ മാത്രം അമ്മയല്ല, നിന്റെയും അമ്മയാ. പരിശുദ്ധ അമ്മയെ മനസ്സിൽ കണ്ടേ. കരം കുപ്പി പിടിച്ച് നമ്മുടെ നേരെ പുഞ്ചിരിച്ച് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരമ്മ. അമ്മ നമ്മളോട് പറയുന്നു, നമ്മളെ വിളിക്കുന്നു, എൻ്റെ മോനെ, എൻ്റെ മോളെ, എൻ്റെ കുഞ്ഞെ. അമ്മയുടെ കുഞ്ഞല്ലേ? ചെറിയ കുഞ്ഞുങ്ങൾ അമ്മയുടെ മടിത്തട്ടിൽ കയറി ഇരിക്കുന്നില്ലേ? അമ്മയുടെ മാറോട് ചേർന്ന് കിടക്കുന്നില്ലേ? അമ്മയുടെ കഴുത്തെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നില്ലേ? നമ്മൾ അമ്മയുടെ കുഞ്ഞല്ലേ? നമ്മൾ എത്ര നാളായി അമ്മയുടെ മടിയിലൊന്നിരുന്നിട്ട് അമ്മയെ വട്ടം ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു കുഞ്ഞിനെ പോലെ ചേർന്നൊന്ന് കിടന്നിട്ട് അമ്മയുടെ ആ സ്നേഹം നുകർന്നിട്ട് നമ്മൾ എത്ര നാളായി? പ്രിയപ്പെട്ടവരെ, നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ വീട്ടിലുള്ള അമ്മ, കുഞ്ഞെ അത് ചെയ്യല്ലേ, തെറ്റാ, അത് പാപ, അതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, തിരുത്തി തരില്ലേ? പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ ഇരിക്കാൻ തുടങ്ങിയാൽ, നമ്മളെ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയാൽ, അമ്മയുടെ കുഞ്ഞായിട്ട് വളരാൻ തുടങ്ങിയാൽ, അമ്മ നമ്മളെ പഠിപ്പിക്കും മക്കളെ. അമ്മ നമ്മളെ പരിശീലിപ്പിക്കും മക്കളെ. അമ്മ നമ്മളെ ചേർത്ത് പിടിക്കും മക്കളെ. അമ്മ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും മക്കളെ. അമ്മ എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മളിൽ ഈശോ രൂപം പ്രാപിക്കാൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ നിരന്തരം നമുക്ക് വേണ്ടി അധ്വാനിക്കുക. ഈശോ പറയുന്നു, അമ്മയോട് പറയുന്ന കാര്യം ഇതാ, എൻ്റെ ദൗത്യം ഞാനിവിടെ പൂർത്തിയായി, നിന്റെ ദൗത്യം ആരംഭിക്കുക. നിന്റെ ദൗത്യം തീരുന്നത് എൻ്റെ രണ്ടാം വരവോടുകൂടിയാ. പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മയൊന്ന് ചേർത്ത് പിടിച്ച് അമ്മയോടൊന്ന് പറഞ്ഞ്, അമ്മേ, അമ്മയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യം, പ്രത്യേകിച്ച് ദൈവസ്നേഹം, ആ വലിയ വിശ്വാസം, ആ വലിയ ശരണം, എളിമയെന്ന പുണ്യം, ക്ഷമയെന്ന പുണ്യം, അരൂപിയിൽ നിലനിൽപ്പ്, വിശുദ്ധിയിൽ നിലനിൽപ്പെന്നുള്ള പുണ്യം, അനുസരണമെന്ന പുണ്യം,
ഞങ്ങളുടെ ആത്മാവിൽ ജനിക്കാൻ, വളരാൻ, വർദ്ധിക്കാൻ, ഫലം ചൂടാൻ അമ്മ ഒന്ന് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ ഞങ്ങൾക്കായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മ ഞങ്ങൾക്കത് പകർന്നു നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് തരണമേ അമ്മേ. ഒരു നിമിഷം 2 കരങ്ങളും യാചനയോടെ പിടിച്ച് ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയുടെ തൊട്ടടുത്ത് അമ്മയുണ്ട് മക്കളെ, ഈശോയുടെ തൊട്ടരികിൽ അമ്മയുണ്ട് മക്കളെ. അമ്മയെ നോക്കി ഈ നിമിഷം എൻ്റെ അമ്മേ, പുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ, പ്രസാദവരം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ദൈവ സ്വഭാവം കൊണ്ട് എന്നെ നിറയ്ക്കണമേ അമ്മേ. ഒന്നാഗ്രഹിച്ച് മനസ്സുരുകി ഒരു നിമിഷം പാടി പ്രാർത്ഥിച്ച് ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഈ ഞാനുമിരിക്കും. എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഓരോ മക്കളോടും പറയുവാ, എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഒരു നിമിഷം പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാ മക്കളും നേരിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചേ. പരിശുദ്ധ കന്യകാമറിയമേ, എന്റെ ഹൃദയത്തെ അങ്ങയുടേതായി സ്വീകരിക്കണമേ. പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ അങ്ങേക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ. പരിശുദ്ധ മറിയമേ, ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ. മിശിഹായുടെ ആത്മാവേ, എന്നെ ഉണർത്തണമേ. മിശിഹായുടെ ആത്മാവേ, എന്നെ ചലിപ്പിക്കണമേ. മിശിഹായുടെ ആത്മാവേ, എന്നിൽ നിറയണമേ. പിതാവായ ദൈവമേ, അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തില് പതിപ്പിച്ചുറപ്പിക്കണമേ. പിതാവായ ദൈവമേ, പുണ്യങ്ങളുടെ വറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ. പിതാവായ ദൈവമേ, എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ. അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മുഴുവനും മക്കളെ നമുക്ക് സമർപ്പിക്കാം. അനേക ലക്ഷം മക്കൾ കാണുമായിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ മക്കളെ. അവരാരും പിന്തിരിഞ്ഞു പോകരുത്. എത്ര വലിയ കാര്യമാണേലും പുണ്യം ചെയ്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കണം. ചിലപ്പോൾ ചില ദിവസം ഒന്നും പറ്റുന്നില്ലായിരിക്കാം. കുഞ്ഞെ, നീ തളരണ്ട. നിനക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുമോ? നിനക്ക് ഈ പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി ഒന്ന് സ്നേഹിക്കാൻ പറ്റുമോ? അമ്മയുടെ കൈ പിടിച്ചെപ്പോഴും നടക്കാൻ പറ്റുമോ? നീ എന്ത് ചെയ്യുമ്പോഴും അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു കുഞ്ഞിടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ കുഞ്ഞുപാവയാണെങ്കിൽ അമ്മ എവിടെയുണ്ടോ അതിന് ചുറ്റിപ്പറ്റി ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഓരോന്നും നടത്തുമ്പോഴും അമ്മയിലേക്ക് ഇടയ്ക്ക് നോക്കും. ഇതുപോലെ നിനക്ക് എപ്പോഴും നീ അടുക്കളയിൽ പണിയെടുക്കുമ്പോഴും, നീ കറിക്കരിയുമ്പോഴും, നീ ജോലി ചെയ്യുമ്പോഴും, നീ IT മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും,
നീ ഡ്രൈവ് ചെയ്യുമ്പോഴും, നീ ഏത് ഉദ്യോഗസ്ഥനാണോ ഉദ്യോഗസ്ഥയാണോ, നീ എന്തു വർക്കാണോ ചെയ്യുന്നത്, അവിടെ എല്ലാം അമ്മയെ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് അമ്മയോട് സംസാരിക്കാൻ പറ്റുമോ? ഈ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്നേഹിക്കാൻ പറ്റുമോ? ഈ അമ്മ എല്ലാം കാണുന്നുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയുടെ കുഞ്ഞായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമോ? അത് മതി, നിനക്ക് സ്വർഗം കിട്ടും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഇതിനുള്ളൊരു കൃപ നമുക്ക് നൽകട്ടെ. ഒരു അഭിഷേകം നമ്മളിലേക്ക് നൽകട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഈ നിമിഷം എല്ലാവരും സ്ക്രീനിലേക്ക് തന്നെ നോക്കിക്കേ. ഇവിടെ എഴുതി കാണിക്കുന്ന ഈ പുണ്യങ്ങൾ, വിചാരം, വാക്ക്, പ്രവൃത്തി, ഉപേക്ഷ, ഈ 4 മേഖലയിലൂടെ പുണ്യങ്ങൾ മുഴുവനും നമുക്ക് സമ്പാദിക്കാം. എഴുതി കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. അനേകർ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഇനിയും കൂട്ടിക്കൊണ്ടുവരിക. നമുക്ക് പുണ്യം ചെയ്യുന്ന ഒരു സമൂഹം രൂപപ്പെടണം. അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ പോകണം മക്കളെ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ധാരാളം പുണ്യങ്ങൾ ചെയ്യാം. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈശോയുടെ സ്നേഹം കൊണ്ട് ചെയ്തോണം, ഏറ്റവും എളിമയോടെ ചെയ്തോണം. ഒപ്പം അതിലെ ത്യാഗം, സഹനം സ്നേഹത്തോടെ സ്വീകരിച്ചോണം. അത് പുണ്യമാകും. നമുക്ക് സമ്പാദിക്കണേ. എല്ലാവരെയും ദൈവം പരിശുദ്ധ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.